ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ MLA സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേക്കും. രാജി വൈകില്ല എന്നാണ് സൂചന. നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് നിർദ്ദേശം നൽകും. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിൽ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുലിന്റെ രാജി എന്നതാണ്. അത് ഇന്നുണ്ടാകുമോ? രാഹുലിന്റെ രാജി അനിവാര്യമെന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നേതാക്കൾ ഒന്നടങ്കം രാഹുലിന് എതിരായി നിലപാടെടുക്കുന്നു. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അതിനൊരു തുടക്കം സൃഷ്ടിച്ചത് രമേശ് ചെന്നിത്തല തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെ നിലപാട് വാർത്തയായി വന്നതോടുകൂടി കൂടുതൽ നേതാക്കൾ തുറന്നു പറയുകയാണ് രാഹുൽ ഇനിയും MLA സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന്. ഷാനിമോൾ ഉസ്മാനുമായി സംസാരിച്ചിരുന്നു. ഷാനിമോളുടെ പ്രതികരണം രാഹുൽ മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ്. ഇനിയും സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളതാണ് ഷാനിമോൾ അടക്കമുള്ള വനിതാ നേതാക്കളുടെയും നിലപാട്. മറ്റ് പല ആളുകളും സമാന നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് മറ്റാളുകളുമായി കൂടിയാലോചന നടത്തുന്നുണ്ട്. അതിനുശേഷം രാഹുലിനോട് KPCC തന്നെ രാജി ആവശ്യപ്പെടും. അത് അധികം വൈകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള സാഹചര്യമല്ല, കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നു. CPM-ൽ നിന്നും അതോടൊപ്പം തന്നെ BJP-യിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന പ്രതിഷേധം, അവിടെ നിന്നും ഉയരുന്ന രാജി എന്ന ആവശ്യം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുലിന്റെ രാജിക്കായി മുറവിളി വരുന്നു. അതിനാൽ തന്നെ രാഹുൽ ഇനി തുടരാനാവില്ല. ഇന്നലെ രാഹുൽ എടുത്ത നിലപാട് രാജിവെക്കാനില്ല എന്നുള്ളതാണ്. മുൻ കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജി ഇല്ല എന്നുള്ള നിലപാട് രാഹുൽ പറഞ്ഞിരുന്നത്. പക്ഷേ മുൻപ് ആരെന്ത് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ജനപ്രതിനിധികളായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തോ എന്നുള്ളതൊന്നും നോക്കേണ്ടതില്ല. കോൺഗ്രസ് രാഹുലിനെ രാജിവെപ്പിച്ച് മാതൃക കാണിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ഉള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് രാഹുലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ, ഉണ്ടായാൽ ഒരു തിരിച്ചടി നേരിടേണ്ടി വരുമോ തുടങ്ങിയ ആശങ്കകളൊക്കെയാണ് അവരുടെ ഒരു രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത്. പക്ഷേ എന്തെല്ലാം ആയാലും നിലവിൽ ഒരു രാജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് മുഖരക്ഷിക്കാനൊരു നടപടിയാകും. മാത്രമല്ല മറ്റുള്ളവരോട് പറഞ്ഞു നിൽക്കാനുമാകും. മുകേഷിന്റെ അടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോലും നീങ്ങാൻ കോൺഗ്രസിന് കരുത്തു പകരുന്ന ഒരു തീരുമാനമായിരിക്കും. മാത്രമല്ല CPM-നെ അടക്കം പ്രതിരോധത്തിൽ നിർത്താൻ പോലും കോൺഗ്രസിന് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിനാൽ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിലേക്ക് ഭൂരിഭാഗം നേതാക്കളും എത്തുകയാണ്. കെ മുരളീധരന്റെ നിലപാട് പോലും ഇന്ന് മാതൃഭൂമിയോട് നടത്തിയ ആദ്യ പ്രതികരണത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് കെ മുരളീധരൻ പറയുമ്പോൾ പോലും പിന്നീട് ആ ഒരു നിലപാടിൽ മാറ്റമുണ്ടാവുകയാണ്, ഒന്ന് മയപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാവരും നിലപാട് മയപ്പെടുത്തി രാഹുലിന് എതിരായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KPCC പ്രസിഡന്റ് എല്ലാവരുമായി ആലോചിച്ചൊരു കൂട്ടായ തീരുമാനമെടുത്ത ശേഷം രാഹുലിനോട് രാജി ആവശ്യപ്പെടും. അത് അധികം വൈകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, അമൽ തേരമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.